Hi all, myself Shruti SS, Department of Civil Engineering. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് MCN 201 മൊഡ്യൂൾ 4 ഫസ്റ്റ് ലെക്ചർ റിന്യൂവബിൾ എനർജി സോഴ്സസ്. Non-conventional energy sources. Resources which are yet in the process development over past few years. Solar, wind, tidal, biogas, biomass and geothermal. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വികസനം പുരോഗമിക്കുന്ന എനർജി സോഴ്സിനെയാണ് റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സോളാർ, വിൻഡ്, ടൈഡൽ, ബയോഗ്യാസ്, ബയോമാസ് ആൻഡ് ജിയോതെർമൽ. കൺവെൻഷണൽ എനർജി സോഴ്സസ്. The sources of energy which have been in use at present for a long time. Example, coal, petroleum, natural gas and water power. കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്ന എനർജി സോഴ്സാണ് കൺവെൻഷണൽ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് ആൻഡ് വാട്ടർ പവർ. The above said non-conventional energy sources were conventional energy sources before the invention of steam engine in 18th century. 18th സെഞ്ച്വറിയിൽ സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് കൺവെൻഷണൽ എനർജി സോഴ്സസ് ആയിരുന്നു. Conventional versus non-conventional sources of energy. Conventional source of energy: coal, petroleum, natural gas and water power. കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയുടെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയുടെ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും സോളാർ, വിൻഡ്, ടൈഡൽ, ബയോഗ്യാസ് ആൻഡ് ബയോമാസ്, ജിയോതെർമൽ. കൺവെൻഷണൽ എനർജി സോഴ്സസ്: എക്സ്ഹോസ്റ്റബിൾ എക്സെപ്റ്റ് വാട്ടർ, വെള്ളം ഒഴികെ മറ്റെല്ലാം നഷ്ടമാകുന്നുണ്ട്. നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി നോട്ട് എക്സ്ഹോസ്റ്റബിൾ, ഒന്നും നഷ്ടമാകുന്നില്ല. കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻസ് ലൈക്ക് സ്മോക്ക്, ആഷ്, കെമിക്കൽസ്, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻസിന് കാരണമാകുന്നുണ്ട്. അതേസമയം നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുമ്പോൾ പൊല്യൂഷന് കാരണമാകുന്നില്ല. പവർ ട്രാൻസ്മിഷൻ ഈസ് എക്സ്പെൻസീവ്, പവർ ട്രാൻസ്മിഷൻ എക്സ്പെൻസീവ് ആണ്. നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ലോക്കൽ പവർ ജനറേഷൻ ആൻഡ് യൂസ്, പ്രാദേശിക വൈദ്യുതി ഉൽപ്പാദനമാണ്. കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി വേസ്റ്റ് ഡിസ്പോസൽ പ്രോബ്ലം, വേസ്റ്റ് ഡിസ്പോസൽ പ്രോബ്ലംസ് ഉണ്ട്. നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി വേസ്റ്റ്, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വേസ്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി പ്ലാനറ്റ് ഹീറ്റ് ഇംബാലൻസ്, നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ബാലൻസ്ഡ് ഹീറ്റ്. കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സാണ്. അതുപോലെ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജി സോഴ്സാണ്. റിന്യൂവബിൾ ഓർ നോൺ കൺവെൻഷണൽ എനർജി. എനർജി സോഴ്സസ് ടു ബി ഫോക്കസ്ഡ്: സോളാർ, ഫ്യൂവൽ സെൽസ്, വിൻഡ് ആൻഡ് ടൈഡൽ. Solar energy. Solar is the Latin word for sun and solar power is the energy from the sun. സോളാർ എന്ന് പറയുന്നത് സണ്ണിൻ്റെ ലാറ്റിൻ വേർഡാണ്. സൂര്യനിൽ നിന്നുള്ള എനർജിയാണ് സോളാർ പവർ. സോളാർ എനർജി ടെക്നോളജി കംപ്രൈസസ് ഓഫ് ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ്: തെർമൽ കൺവേർഷൻ ആൻഡ് ഫോട്ടോ കൺവേർഷൻ. സോളാർ എനർജി ടെക്നോളജിയിൽ രണ്ട് കാറ്റഗറീസ് ഉണ്ട്: തെർമൽ കൺവേർഷൻ ആൻഡ് ഫോട്ടോ കൺവേർഷൻ. ഫോട്ടോ വോൾട്ടായിക്: സൺലൈറ്റ് ഡയറക്ട്ലി കൺവേർട്ട്സ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഫോട്ടോ വോൾട്ടായിക്. Thermal energy. Sunlight focuses to thermal receptors and converts water to steam by turbines, then rotatory powers produces electricity. Sunlight thermal receptorsലേക്ക് ഫോക്കസ് ചെയ്ത് ടർബൈൻ യൂസ് ചെയ്ത് വെള്ളത്തെ സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യുകയും റോട്ടേറ്ററി പവർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. Photovoltaic. Photovoltaics is the direct conversion of light into electricity at the atomic level. Photovoltaic എന്ന് പറയുന്നത് അറ്റോമിക് ലെവലിൽ ലൈറ്റിനെ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. Some materials exhibit a property known as photoelectric effect that causes them to absorb photons of light and release electrons. ചില മെറ്റീരിയൽസ് ലൈറ്റിൻ്റെ ഫോട്ടോൺസ് അബ്സോർബ് ചെയ്ത് ഇലക്ട്രോൺസ് റിലീസ് ചെയ്യുന്നതിന് കാരണമായ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. When these free electrons are captured, an electric current results that can be used as electricity.
ഇങ്ങനെ ഫ്രീ ഇലക്ട്രോൺസ് പിടിച്ചെടുക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് കറണ്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. Silicon is a material known as semiconductor as it conducts electricity and it is the main material for the photovoltaic cell. ഫോട്ടോവോൾട്ടൈക് സെല്ലിൻ്റെ പ്രധാന മെറ്റീരിയലാണ് സിലിക്കോൺ. സിലിക്കോൺ ഒരു സെമി കണ്ടക്ടറാണ്, അതുകൊണ്ട് തന്നെ അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. Impurities such as boron or phosphorus are added to this base material. ബോറോൺ അല്ലെങ്കിൽ ഫോസ്ഫറസ് പോലെയുള്ള ഇമ്പ്യൂരിറ്റീസ് ബേസ് മെറ്റീരിയലിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. These impurities create the environment for electrons to be free when sunlight hits the photovoltaic panel. സൺലൈറ്റ് ഫോട്ടോവോൾട്ടൈക് പാനലിൽ പതിക്കുമ്പോൾ ഈ ഇമ്പ്യൂരിറ്റീസ് ഇലക്ട്രോൺസിന് ഫ്രീ ആകാനുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. The diagram above shows a basic voltaic cell. ഫോട്ടോവോൾട്ടൈക് സെല്ലിൻ്റെ ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. The blue represents the main material silicon. ബ്ലൂ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫോട്ടോവോൾട്ടൈക് സെല്ലിൻ്റെ മെയിൻ മെറ്റീരിയലായ സിലിക്കോൺ ആണ്. ദ ബ്ലാക്ക് റൗണ്ടഡ് ഇറഗുലർ ഷേപ്സ് റെപ്രസെൻറ്റ്സ് ദ ഇമ്പ്യൂരിറ്റീസ് ഓഫ് ബോറോൺ ഓർ ഫോസ്ഫറസ്. ബ്ലാക്ക് കളർ ഇറഗുലർ ഷേപ്പിൽ കാണിച്ചിരിക്കുന്നതാണ് ഇമ്പ്യൂരിറ്റീസ് ആയ ബോറോൺ അല്ലെങ്കിൽ ഫോസ്ഫറസ്. As the sun or light strikes the cell, the impurities free up electrons which bounce around at incredible speeds. This creates an electrical charge. സെല്ലിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇമ്പ്യൂരിറ്റീസ് വേഗതയിൽ കുതിക്കുന്ന ഇലക്ട്രോൺസിനെ ഫ്രീ ആക്കുന്നു. ഇത് ഇലക്ട്രിക് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നു. The diagram above illustrates the operation of a basic photovoltaic cell, also called solar cell. ഫോട്ടോവോൾട്ടൈക് സെല്ല് അല്ലെങ്കിൽ സോളാർ സെല്ലിൻ്റെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ്റെ ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Solar cells are made up of some kinds of semiconductor materials such as silicon used in the microelectronics industry. മൈക്രോഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന സിലിക്കോൺ പോലെയുള്ള സെമി കണ്ടക്ടർ മെറ്റീരിയൽസിൽ നിന്നാണ് സോളാർ സെൽ നിർമ്മിക്കുന്നത്. For solar cells, a thin semiconductor wafer is specially treated to form an electric field, positive on one side and negative on the other. സോളാർ സെല്ലിന് വേണ്ടിയിട്ട് സെമി കണ്ടക്ടർ വേഫർ ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് സ്പെഷ്യലി ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സൈഡ് പോസിറ്റീവും മറ്റേ സൈഡ് നെഗറ്റീവുമായിട്ടായിരിക്കും. When light energy strikes the solar cell, electrons are knocked loose from the atoms in the semiconductor material. ലൈറ്റ് എനർജി സോളാർ സെല്ലിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ സെമി കണ്ടക്ടർ മെറ്റീരിയലുള്ള ആറ്റംസിൽ നിന്ന് ഇലക്ട്രോൺസ് ലൂസ് ആകുന്നുണ്ട്. If electrical conductors are attached to the positive and negative sides, forming an electric circuit, the electrons can be captured in the form of an electric current, that is electricity. ഒരു ഇലക്ട്രിക് സർക്യൂട്ട് എന്ന രീതിയിൽ പോസിറ്റീവും നെഗറ്റീവും സൈഡ്സിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് കറൻറ്റിൻ്റെ രൂപത്തിൽ ഇലക്ട്രോൺസിനെ പിടിച്ചെടുക്കാൻ കഴിയും. അതിനെയാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. This electricity can be used to power a load such as light or tool. ഈ ഇലക്ട്രിസിറ്റി ലൈറ്റ് പോലെയുള്ള ലോഡിനെ പവർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. താങ്ക് യു.